കർത്താവേ, ഞങ്ങൾ ആരാധകരായി മാറണം എന്നതാണ് കർത്താവേ അങ്ങേ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചത്. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നവരായി മാറിയെങ്കിൽ മാത്രമേ കർത്താവേ അങ്ങയുടെ സ്വഭാവം ഞങ്ങളിൽ വരികയുള്ളൂ. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം കർത്താവെ ഞങ്ങളുടെ ജീവിതം മാറണമെങ്കിൽ, അങ്ങ് കാണുന്നത് പോലെ കാണണമെങ്കിൽ, അങ്ങ് കേൾക്കുന്നത് പോലെ കേൾക്കണമെങ്കിൽ, അങ്ങ് സംസാരിക്കുന്നത് പോലെ സംസാരിക്കണമെങ്കിൽ, അങ്ങ് ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കണമെങ്കിൽ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നവരായി മാറണം. അതൊരു അബോധ പ്രക്രിയയാണെന്ന് ഞങ്ങൾ അറിയുന്നു. അത് ഞങ്ങൾ അനുകരിച്ച് ബോധപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്നല്ല. ഈശോയെ ആരാധിക്കുന്നവരിൽ ഈശോയുടെ സ്വഭാവം രൂപപ്പെട്ടു തുടങ്ങും. കർത്താവെ, ഞങ്ങൾ അങ്ങയെപ്പോലെ പെരുമാറുന്നില്ല, അങ്ങയെപ്പോലെ ചിന്തിക്കുന്നില്ല, അങ്ങയെപ്പോലെ സംസാരിക്കുന്നില്ല, അങ്ങയെപ്പോലെ ഇടപഴകുന്നില്ല, അങ്ങയെപ്പോലെ കരുണ കാണിക്കുന്നില്ല. ഞങ്ങൾ അങ്ങയെ ആരാധിക്കാത്തത് കൊണ്ടാണ്. കർത്താവെ, അങ്ങ് ദൈവമാണ് എന്ന ബോധ്യം, അങ്ങയെ അനുകരിക്കാൻ ആരാധിക്കാനുള്ള ദാഹം ഞങ്ങളിൽ അങ്ങ് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.